നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസണേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എസ്റ്റമറിൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. എയ്റ്റ് ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്ന എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു പോസിറ്റീവ് ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. അവർ ഒന്നിക്ക് കോൾ ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഇപ്പോൾ നോ കോണ്ടാക്ട് ആണെങ്കിൽ, ലെസ് കോണ്ടാക്ട് ആണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഉണ്ടാവും. അവരുടെ ഭാഗത്തുനിന്ന് കോണ്ടാക്റ്റിന് ശ്രമിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഏത് രീതിയിലായാലും അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ടു ഓഫ് സോഴ്സ് എനർജിയാണ്. ഒരു കൺഫ്യൂഷനാണ് നിങ്ങൾക്ക് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത്. കാരണം ഈ പേഴ്സൺ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്. അതായത് ഇവർ ജെന്യുവിൻ ആണോ, ഇവർ ഫേക്ക് ആണോ, ഇവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഈ റിലേഷനിലുണ്ട്. കാരണം ഇടയ്ക്ക് അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോകുന്നുണ്ടാവാം, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോവുക, ലെസ് കോണ്ടാക്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഇവരുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ബിഹേവിയർ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പേഴ്സണെ വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇവരെ കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. ഫൈവ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ അവരുടെ സംസാരവും പെരുമാറ്റവും എല്ലാം ഒരു നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലാണ്. അവർക്ക് മറ്റ് കണക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അവർ ജെന്യൂൻ ആണോ, ചിലപ്പോൾ അവർ ഓരോ സമയത്ത് ഓരോ രീതിയിലായിരിക്കും നിങ്ങളോട് പെരുമാറുന്നുണ്ടാവുക. ചില സമയത്ത് നിങ്ങളോട് നല്ല സ്നേഹത്തിൽ നിൽക്കും, പിന്നീട് എന്തെങ്കിലും ചെറിയ കാര്യത്തിന് വഴക്കിടും, അല്ലെങ്കിൽ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങളോട് പെരുമാറുന്നുണ്ടാവുക. അങ്ങനെ നിങ്ങൾക്ക് ഈ റിലേഷനിൽ ഒരു ക്ലാരിറ്റി കിട്ടാത്ത രീതിയിൽ അവർ ഈ റിലേഷൻ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ത്രീ ഓഫ് കപ്സ് എനർജി കാണിക്കുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് കണക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ലൈഫിൽ റിലേഷൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അവർ ഫ്രണ്ട്സാണ്, എനിക്ക് അങ്ങനെ വേറെ റിലേഷൻ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ നിങ്ങളല്ലാതെ മറ്റാളുകൾക്ക് അവർ പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടക്കുന്നു. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ക്യൂൻ ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പേഴ്സന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള റിലേഷൻ തന്നെയാണ് ഇത്. അതായത് അവർ നിങ്ങൾക്കല്ലാതെ മറ്റാളുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു ജെന്യുവൻ അല്ലാത്ത രീതിയിൽ ഇവിടെ നിങ്ങളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഇന്നർ സെൽഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും ഈ റിലേഷൻ ശരിയല്ല, ഇവർ ശരിയല്ല, നിങ്ങൾക്കൊരു തടസ്സം ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ. എപ്പോഴും ഇവരെത്ര സ്നേഹത്തോടെ നിന്നാലും എന്തോ ഒരു സംഭവം നിങ്ങളെ ബാക്കോട്ട് വലിക്കുന്ന ഒരു എനർജി ഉണ്ടാവും. അത് നിങ്ങളുടെ ഇന്നർ സെൽഫാണ് നിങ്ങളെ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു കാർമിക് കണക്ഷനിലോട്ട് കൊണ്ടുവിടാതെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. പക്ഷെ മനസ്സ് കേൾക്കില്ല. മനസ്സിന് ഇഷ്ടം ഇങ്ങനെ റിലേഷൻസിലോട്ട് പോവുക, ദിവാസ്വപ്നം കാണുക, എന്തോ ഒരു റൊമാൻറ്റിക് ലൈഫിൽ ഇങ്ങനെ പറന്ന് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ മനസ്സ് നിങ്ങളെ അതിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളെ അത് വേണ്ട വേണ്ട എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെ ഇന്നർ സെൽഫ് പറയുന്നത് കൂടി നിങ്ങൾ കേൾക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അവർ ഈ റിലേഷൻ ഇപ്പോൾ നോ കോണ്ടാക്ട് ആണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് കോണ്ടാക്ട് വന്നാലും ഇവരെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കുറച്ചുകൂടി അവരെന്താണ്, ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉള്ളവർക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ, എല്ലാവരുടെയും കാര്യമല്ല. ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഇടയ്ക്ക് അവർക്ക് തോന്നുമ്പോൾ നോ കോണ്ടാക്റ്റിലോട്ട് പോവുക, ലെസ് കോണ്ടാക്ട് ചെയ്യുക, അങ്ങനെ തോന്നുന്ന പോലെ റിലേഷൻ അവർ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കൂടി നോക്കാം.
ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഡൗട്ട്ഫുള്ളി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഏഞ്ചൽസിനോട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു മെഡിറ്റേഷനിൽ ഇരിക്കുക, നിങ്ങൾക്ക് ഏഞ്ചൽസ് കാണിച്ചു തരും എന്താണ്. നിങ്ങൾ ചിലപ്പോൾ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഡൗട്ട്ഫുള്ളി വിചാരിക്കുന്ന ഒരു ഡൗട്ടിൽ നിൽക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന ഉറപ്പായിട്ടും മെഡിറ്റേഷൻ ടൈമിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിയിരിക്കും. യെസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്താണോ ഈ റീഡിംഗ് കാണുമ്പോൾ വിചാരിച്ചിട്ടുള്ളത്, മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു കാര്യം മുന്നോട്ട് സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. പോസിറ്റീവായിട്ട് എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നടക്കും എന്നുള്ളൊരു എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം. തൃക്കേട്ട, കണ്ണൂർ, 1993, എറണാകുളം, തിരുവനന്തപുരം, 1991, ലെറ്റർ ആർ, കൊല്ലം, രോഹിണി, ലെറ്റർ ഡി, ലെറ്റർ ടി, ഉത്രം, 1992, ലെറ്റർ ഒ, ഫെബ്രുവരി, പൂയം, തിരുവോണം, 1999. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.